ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വീണ്ടും ഒരു സുപ്രഭാതത്തിന് സാക്ഷികളായിക്കൊണ്ട് ധാരാളം സജ്ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ സഹസ്രനാമങ്ങളും അഷ്ടോത്തരം ഭുജംഗം, അതുപോലെ തന്നെ വൃന്ദാവനത്തില് ഇന്ന് ഭക്തിയുടെ എന്തെങ്കിലും ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് വൃന്ദാവനത്തിൽ ചെന്നാലേ അത് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് അവരുടെ ആ ഗോപികമാരായിട്ടുള്ള രാധമാരുടെ രാധാഭക്തി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പം ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആ രാധാകൃപാ കടാക്ഷം, ആ രാധയുടെ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭക്തി ഗ്രന്ഥമായിട്ടുള്ള ഭാഗവതോപാസനയിലൂടെ നമ്മൾ ആ രാധാ ദേവിയെ ഒന്ന് പ്രണമിച്ചു. ഇങ്ങനെയുള്ള ധാരാളം കീർത്തനങ്ങളെ കൊണ്ടും ഒക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പ, ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഇതുപോലെ ഇരുന്ന് നമുക്ക് ഈശ്വര വിചാരം ചെയ്യുവാൻ, നാമം ജപിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ധാരാളം ഭക്തന്മാര് ഇതേപോലെ തന്നെ പലയിടങ്ങളിലായി പല വിധത്തിലായി പൂജാമുറിയിലായും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലായും അതുപോലെ തീർത്ഥാടനങ്ങളായിക്കൊണ്ടും പല ജപങ്ങള്, വ്രതങ്ങള്, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇതുപോലുള്ള ലോകത്തിന്റെ നാനാതുറകളിലുള്ള സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവുവാൻ വേണ്ടി അവർ നിസ്വാർത്ഥമായിട്ടുള്ള അവരുടെ ആ ഒരു പ്രാർത്ഥന, അതുപോലെ തന്നെ നിഷ്കാമമായിട്ടുള്ള കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് അവരുടെ പെരുമാറ്റത്തിലൂടെയും അവരുടെ ആ ഒരു സാമീപ്യം കൊണ്ടും ഒക്കെ യഥാർത്ഥമായിട്ടുള്ള ആ ജ്ഞാനം, എന്താണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു മനോഭാവം ആർക്കാണോ ഉള്ളത്, അതാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം അനുഭവിച്ചാൽ കിട്ടാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് അങ്ങനെ അവരിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ആ ഒരു സന്തോഷം പിന്നീടോ എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച് ഇന്ന് പ്രപഞ്ചത്തിന്റെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഭജിക്കുന്നതായിട്ടുള്ള, തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ആ തപസ്, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെയാണ്. ഇവരുടെയൊക്കെ അപാര കാരുണ്യം, വാത്സല്യം, സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നിതാ എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരിക്കാനും പല ദേശത്തുള്ളവര് അല്ലെ ഒരു നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയിലൂടെ തന്നെയാണെങ്കിൽ പോലും എത്ര കണ്ട് അല്ലെ ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി രാവിലെ കുറച്ചു നേരം കണ്ണന്റെ കൂടെ ഇരിക്കാനും നാമം ജപിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പാദങ്ങളില് എത്ര നമസ്കരിച്ചാലാണ് മതിയാവുക? ഇല്ല. നമുക്കെല്ലാവർക്കും ആ പാദങ്ങളിൽ എല്ലാവരുടെയും ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ ആ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ഗുണാധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ ശരീരങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കർമ്മങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. ആധ്യാത്മികമായിട്ടുള്ള ഈ ജ്ഞാനം എന്നുള്ളത് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഭാഗവതം പഠിക്കുക, ഭാഗവതം പഠിക്കാനുള്ളതല്ല. ഭാഗവതം പഠിക്കാനുള്ളതല്ല. പിന്നെന്തിനു വേണ്ടിയാണ്? ശ്രോതവ്യ, ഭാഗവതം കേൾക്കുക, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറയും മനഃപ്പാഠമാക്കുക എന്ന് പറയും അല്ലേ? മനഃപ്പാഠമാക്കാനുള്ളതല്ല ഭാഗവതം. മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് കഴിയുമ്പോ എന്തായി? അത് പോവും അല്ലേ? അപ്പൊ അത് ശരീരത്തിന്റെ ഉള്ളില്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനെ പഠിക്കാനുള്ളതല്ല യഥാർത്ഥത്തില് ഈ ഭാഗവതമായാലും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും. പിന്നെ എന്തിനു വേണ്ടിയാണ്? വെറുതെ കേൾക്കുക. ആചാര്യന്മാർ മുഴുവൻ പറയുന്നതാണ് ഏറ്റവും ഭക്തിക്ക് ഏറ്റവും നമ്മളുടെ
ഈ ഭാവത്തെ മാറ്റുവാൻ, നമ്മളുടെ ഈ മനസ്സിന്റെ ഭാവത്തെ മാറ്റുവാൻ കേൾവി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനൊരു പ്രഥമ സ്ഥാനം തന്നെ ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം. ആ ശ്രവണത്തിന് ഇത്ര കൊണ്ട് മഹാത്മ്യം കൊടുക്കാൻ തന്നെ കാരണം അതാണ്. അപ്പൊ എന്താണ് ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെയും അവിടെയും ഒരു ഗുണം അവിടെ ബാധിക്കുന്നുണ്ട്, സത്വഗുണം ബാധിക്കുന്നുണ്ട് അവിടെ. അപ്പൊ സത്വഗുണം പോലും ഇല്ലാതെ ഇത് കേട്ട് 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 അതിലേക്ക് തന്നെ ഈ ശരീരം ലയിക്കും. അതില് നമ്മൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തില് നമുക്കിനി ഗ്രഹിക്കാൻ എവിടെയാണ് ഗ്രഹിക്കേണ്ടത്? ശരിക്കും ആരാ ഗ്രഹിക്കേണ്ടത്? അപ്പം ഗ്രഹിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ്, അതായിട്ട് അങ്ങോട്ട് തീരുക, അതാണ്. അപ്പം ആ ഈശ്വര തത്വത്തെയൊക്കെ നമ്മൾ എപ്പോഴും, ഇപ്പം ഭാഗവതം സപ്താഹമാണെങ്കിൽ പോലും, ഇപ്പം എന്താണ്, നമ്മളുടെ ഒരു പുസ്തകമില്ല, വായന നടക്കുന്ന സമയത്ത് നോക്കിയിരിക്കാൻ പുസ്തകം ഇല്ലെങ്കിൽ പോലും വെറുതെ ആ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആ മന്ത്രമയമായിട്ടുള്ള ആ ഭാഗവത പാരായണം അതിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുക. ഈ ശ്രവണ മാധുരി നമ്മളുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ടും അവിടെ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗവതത്തിന്റെ ഒരു മഹാത്മ്യം. ഭാഗവതം എന്നുള്ളതല്ല, ആധ്യാത്മികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതെ. എന്തേ എങ്ങനെ പറയാൻ കാരണം? കാരണം ആ ശ്രവണത്തിലൂടെ നമ്മളുടെ മനസ്സിന്റെ ഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെ? നമ്മൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ സ്വയം പേപ്പർ വായിക്കുമ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം നിർബന്ധമില്ല. പക്ഷെ ഒരാൾ വായിക്കുന്നത് കേട്ടു നോക്കൂ. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും അതിലൂടെ ആ ഭാവത്തിലേക്ക്, നമ്മുടെ മനസ്സിന്റെ ഭാവത്തിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ്, അതാണ് ശ്രവണത്തിന് ഇത്ര ഒരു പ്രാധാന്യം കൊടുത്തത്. വെറുതെ കേൾക്കുക, മനസ്സിലായാലും മനസ്സിലായില്ലേലും ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഈ കേൾക്കുമ്പോ നമ്മളുടെ മനസ്സിന് ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു നൈർമല്യം, ആ ഒരു ഭാവം, അതൊരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല. ഇതാണ് ഏറ്റവും വലിയൊരു സത്യം. അതാണ് പഠിക്കാൻ ശ്രമിക്കുമ്പോഴെങ്ങനെയാണ്, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകും, അല്ലെ? നമ്മളിന്ന് പോകും. പഠിക്കുക എന്നുള്ള രീതിയല്ല, ആനന്ദിക്കുക. ഭാഗവത പാരായണം ചെയ്യുമ്പോഴും നാരായണീയ ദശകങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചൊല്ലുമ്പോഴും ഒക്കെ എന്താ വേണ്ടത്? അവിടെ ആനന്ദിക്കുക ശരിക്കും. അതിലൂടെ നമ്മളുടെ മനസ്സിന് ഒരു കുളിർമ ഉണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തില് ആധ്യാത്മികമായിട്ടുള്ള സദസ്സുകളില് ചെല്ലുമ്പോൾ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാവം. അപ്പം എന്തായിരിക്കണം? നമുക്ക് അവിടെ ചെന്ന് കുറച്ചു നേരം ഏകാഗ്രമായിട്ടിരുന്ന് അതിങ്ങനെ ശ്രവിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിന്റെ ഭാവത്തിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആ സത്സംഗത്തിന്റെ ഫലം നമുക്ക് കിട്ടുക. അപ്പൊ ഒരിക്കലും നമ്മളുടെ ബുദ്ധിയെ നേരെയാക്കാനോ പാണ്ഡിത്യം കൊണ്ട് ഇതിന്റെയൊക്കെ അങ്ങേയറ്റം കണ്ടുപിടിക്കുക, അങ്ങനെ വിചാരിച്ച് അല്ല നമ്മൾ ഭാഗവതത്തെയോ അല്ലെങ്കിൽ മറ്റ് ഒരു ഇതര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ അതിലൊന്നും സ്വീകരിക്കേണ്ട. പിന്നെ എന്തിനു വേണ്ടിയാണ്? അതിലൂടെയൊക്കെ നമ്മളുടെ ഭാവം മാറണം, അല്ലേ? നമുക്കറിയാമല്ലോ, എത്രയോ എത്രയോ പണ്ഡിതന്മാര്, അല്ലേ, അവരുടെ ഈ ഭാവവ്യത്യാസം കൊണ്ടാണ് അവരിലൊക്കെ എന്താണ് ദേഷ്യവും അതുപോലെ തന്നെ, അല്ലെ, ഒരു അഹങ്കാരവും ഒക്കെ വന്നു ചേരുന്നതൊക്കെ ഇതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അവിടെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭാവം എത്താൻ വേണ്ടിയാണ് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് 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 പഠിച്ച്, അല്ലെ, പഠിച്ച് 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 അഹങ്കാരിയായിട്ട് തീരാനാണോ? അല്ല. അഹങ്കാരം എല്ലാം പോയി 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 നമ്മൾ വിചാരിക്കുന്ന നിസാരമായിട്ടുള്ള പൊടിപടലങ്ങളിൽ പോലും ഈശ്വരനെ കാണാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ താന്നു പറഞ്ഞു. അവിടെയാണ് വിദ്യ വിനയ സമ്പന്നേ എന്ന് പറയാറില്ലേ? അപ്പം ആരും ചെറുതല്ല എന്നുള്ള സത്യത്തെ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പലതും, അല്ലെ, സ്ഥൂലമാണ്, സൂക്ഷ്മമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നു. പറഞ്ഞില്ലേ, ഈ ജാലാർക്ക രശ്മികൾ എന്ന് പറയും. ഈ ജാലാർക്ക രശ്മികളിൽ നിന്ന്, അതായത് ഈ ജനാലകളിലൂടെ വരുന്ന പ്രകാശത്തിലുള്ള അതിലൂടെ പറക്കുന്നതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള പൊടിപടലങ്ങളിൽ പോലും അവരെ പോലും നമസ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിതലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. എങ്ങനെയാണ് ബുദ്ധിതലത്തിലേക്ക് ഉയരുന്നത്? വിദ്യ കൊണ്ട് മനോഭാവങ്ങൾ ഏറ്റവും താഴെ എത്താൻ നമുക്ക് പറ്റണം. ഭാവം, അല്ലെ, നമ്മളുടെ ഭാവം എന്താണ്? അഹംഭാവം. അതല്ല,
അത് കുറഞ്ഞു 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 കുറഞ്ഞ് ഞാനൊന്നും അല്ല 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 എന്നുള്ള രീതിയിലേക്ക് നമുക്കിതാ ഈ പാദരേണുക്കളെ പോലും നമസ്കരിക്കുവാനുള്ള ഒരു ബുദ്ധിയിലേക്ക് നമുക്ക് കുറഞ്ഞു വരണം. ഇങ്ങനെയല്ലേ ആ ഉദ്ധവനെ പഠിപ്പിച്ചത് ഗോപികമാര്, അല്ലെ? ഉദ്ധവന്റെ ഒരു 5 ശ്ലോകമുണ്ട്, ഗോപികമാരെ നമസ്കരിക്കുന്ന 5 ശ്ലോകം. എന്താണ്? അവരുടെ ആ ഒരു ഭക്തി മനസ്സിലാക്കിക്കൊണ്ട്, ആ അവരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണനോടുള്ള പ്രേമം എന്നുള്ള അല്ല ശരിക്ക്. പിന്നെന്താണ്? അവരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും എന്തെന്നില്ലാത്ത മനസ്സിന്റെ കുളിർമ. അത് ഉദ്ധവൻ അവിടെ നിന്ന് ചെന്നപ്പോ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോ ഉദ്ധവൻ മനസ്സിലായി, ഇതൊന്നുമല്ല ഈ ബൃഹസ്പതിയിൽ നിന്നും കിട്ടിയതായിട്ടുള്ള വേദപഠനങ്ങളിൽ നിന്നും കിട്ടുന്ന ഇതൊന്നും അല്ല, അതൊന്നും അല്ല ഇതിന്റെ മാനദണ്ഡം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്രജവാസികളായിട്ടുള്ള ഗോപികമാരുടെ പാദത്തിൽ പറ്റിപ്പിടിച്ചതായിട്ടുള്ള പാദരേണുക്കളെ നമസ്കരിക്കുന്നു. അതാണ്, അത്രയ്ക്ക് നമ്മൾ താന്നു പോവും നമ്മള്. അവിടെയാണ് യഥാർത്ഥത്തില് അറിവിന്റെ മഹത്വം എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മള് എത്ര കണ്ട് നമുക്ക് അറിവുണ്ടെന്ന് നമ്മൾ ധരിക്കുമ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് കാണുന്ന എല്ലാ ചരാചരങ്ങളെയും ഈശ്വരനായിട്ട് കണ്ട് നമസ്കരിക്കാനുള്ള ഭാവത്തിലേക്ക് എത്തുമ്പോഴേ നമ്മൾക്ക് അറിവാകുന്നുള്ളൂ. അപ്പോഴും അറിവാകുന്നെന്ന് വെച്ചാൽ അതേ ഉള്ളൂ അവിടെ. അപ്പം ഈ ഒരു ഭാവമാണ് യഥാർത്ഥത്തില് ഈശ്വരഭാവം, ഭക്തി എന്നൊക്കെ പറയുന്നത്. ഭക്തി എന്നൊക്കെ നമ്മൾ ഒരാളെ വിശേഷിപ്പിക്കണമെങ്കിൽ ഈ ഒരു ഭാവത്തിലേക്ക് എത്തണം. എല്ലാവരും ആ ഒരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ എന്തായി, മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നതയായിരിക്കും. എല്ലാത്തിലും ഈശ്വരനെ കാണും. നമുക്ക് ഈശ്വരനെ കാണുമ്പോ എങ്ങനെയാ? നമ്മൾ ഗുരുവായൂരപ്പന്റെ മുമ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒന്നറിയാതെ ചിരിക്കും, അല്ലെ? ഒന്ന് ചിരിക്കും. ഗുരുവായൂരപ്പനെ കാണിക്കാനാണേലും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സന്തോഷം കൊണ്ടാണോ അറിയില്ല, അല്ലെ? സജ്ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു കാണിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരമാണ് യഥാർത്ഥത്തിൽ ഈ നിറപുഞ്ചിരിയായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ ഒരു നിറപുഞ്ചിരി സദാസമയവും, അല്ലെ, സദാസമയവും ഇങ്ങനെ ചിരിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിക്കൊണ്ട് സുന്ദരികളായിക്കൊണ്ട് ഇങ്ങനെ മുഖം വിടർന്നുകൊണ്ട് ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തില് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ദാനം, അല്ലേ? ഉദ്ധവന് കൊടുത്ത ദാനം എന്താ? ഉദ്ധവനോട് പറഞ്ഞ എന്താണ്? വേറൊന്നുമല്ല ഉദ്ധവ, ദാനം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ്. അത് തന്നെയല്ലേ ഇതിന്റെയും ഫലം വരുന്നത്. എല്ലാവരെയും ചിരിച്ച് സന്തോഷിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു നിറപുഞ്ചിരി നമുക്കുണ്ടാവുക. ഇതാണ് നമ്മളുടെ കൃഷ്ണനും, അല്ലെ, നമ്മുടെ കഥാനായകനായിട്ടുള്ള കൃഷ്ണനും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതാണ്. അതൊക്കെ എല്ലാവർക്കും എങ്ങനെങ്കിലും അത് സാധിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ലോകത്തെ നോക്കി ഒന്ന്, അല്ലെ, യാതൊരുവിധ കാപട്യവും ഇല്ലാതെ ഒന്ന് നിറഞ്ഞു ചിരിക്കാൻ, സന്തോഷത്തോടു കൂടി ചിരിക്കാൻ സാധിക്കട്ടെ. നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ചിരിക്കാൻ സാധിക്കാത്തത് എന്താണ്? പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ വെച്ച് നമ്മൾ വ്രണപ്പെടുത്തുകയാണ് നമ്മുടെ മനസ്സിനെ മുഴുവൻ. അതൊന്നും വേണ്ട. ഒരു കാര്യവും നമ്മളല്ല നടത്തുന്നത്, എല്ലാം കണ്ണനാണ്, അല്ലെ? പിന്നെയോ കണ്ണൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ഭയക്കുന്നു? കണ്ണനുള്ളിലുണ്ടെങ്കിൽ ചിരി മുഖത്തുണ്ടാവണം. എങ്കിലേ കണ്ണൻ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക. ഇനി കരയാനാണ് ഭാവം എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? കണ്ണൻ, അല്ലെ, ആ മനസ്സിനകത്തേക്ക് വരില്ല എന്ന് ഓർത്തോളുക. ഇനിയോ വിഷമമായിട്ടിരിക്കാനാണ് ഭാവമെങ്കിൽ ഇന്നും, അല്ലെ, പലരും ഇങ്ങനെ ഭഗവാനെ കുറ്റപ്പെടുത്തും. ഭഗവാനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായി? ഭഗവാനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങ് പോവും. ഭഗവാൻ എവിടെ പോകാനാ? ഭഗവാൻ നമ്മളുടെ ഉള്ളില് കുറച്ച് നിൽക്കുക. ജീവിതം കുറച്ചേ ഉള്ളൂ നമുക്ക്, അല്ലെ? അധികം ഉണ്ടോ? നമുക്കത് തന്നെ അറിയാം, അല്ലെ? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല, അല്ലെ? അപ്പം ഉള്ള സമയം നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ച് നമ്മളുടെ മനസ്സിനെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴാണ് നമുക്ക് പ്രശ്നമാകുന്നത്? ഞാൻ എന്നുള്ളൊരു, അല്ലെ, ഞാൻ അതിനകത്ത് ഘടകമാകുമ്പോഴാണ്. ഒന്നുമില്ലാന്ന്, ഒക്കെ ഈശ്വരനാണ് ഓരോന്നും ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ് വിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി സ്വതന്ത്രമാക്കൂ. വെറുതെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? വെറുതെ ഇങ്ങനെ നമ്മൾ പലതും പലതും പറഞ്ഞ്, ഇല്ലേ, വെറുതെ നമ്മള് ഈ നമ്മളുടെ നല്ല ജീവിതം കളയുക. വേണ്ട വേണ്ട വേണ്ട. നമുക്ക് എന്ത് വേണം? നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നേരെങ്കിലും അതൊന്ന് ശ്രമിക്കാൻ നമ്മൾ തയ്യാറാകുക. എല്ലാം വിട്ട് ആരോടും ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, അല്ലെ, ആ കണ്ണനെ നിറഞ്ഞ മനസ്സിൽ നിർത്തിക്കൊണ്ട്
സദാസമയവും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കണം. ഈ നമ്മളുടെ മനസ്സിന് കൊടുക്കുന്ന സന്തോഷമാണ് ലോകത്തോട് ചെയ്യുന്ന വലിയൊരു ധർമ്മം. അത് നമ്മൾ എപ്പോഴും മറക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് വേണ്ട, പിന്നെന്താണ്, ലോകത്തിന് വേണ്ടിയിട്ട്. നമ്മളുടെ മനസ്സിനെ നമ്മൾ തപിപ്പിക്കാതെ നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്നും ഈ സന്തോഷത്തിന്റെ ഒരു നിറപുഞ്ചിരി മുഖത്തിലൂടെ പ്രസന്നമായിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുമ്പം അത് ലോകത്തിന് വലിയൊരു അനുഗ്രഹമാണ്. അത്രയും ചിന്തിച്ചാൽ മതി. അത്രയും ചിന്തിച്ചാൽ മതി. എപ്പോഴും ചിരിച്ചിരിക്കുക. ഈ ഒരു ഭാവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എന്ത് ദുഃഖങ്ങളായിക്കോട്ടെന്ന്. ദുഃഖങ്ങളെല്ലാം ഇല്ലാത്തവരാരോ ഉള്ളേ. നമുക്ക് നമ്മുടെ ദുഃഖം വലുത് അല്ലേ? ഏ മൃഗങ്ങളൊക്കെ ദുഃഖിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എത്ര 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 ദുഃഖങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കൊരു ദുഃഖവും ഇല്ല ശരിക്ക്. ഒക്കെ ഗുരുവായൂരപ്പനാണ് നമ്മളെ ഇങ്ങനെ ഓരോന്നും ചെയ്യിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് തുറന്ന് ചിരിക്കാൻ സാധിക്കട്ടെ. നമുക്ക് പതിവ് പോലെ അല്ലേ, ഇന്നത്തെ ഈ ഒരു ആചാര്യമൊഴി ചിരിയാവട്ടെ. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ചിരിക്കാൻ സാധിക്കട്ടെ, സന്തോഷിക്കാൻ സാധിക്കട്ടെ. കണ്ണൻ എന്നും കൂടെ ഇരിക്കട്ടെ നമ്മുടെ കൂടെ. പതിവ് പോലെ നമുക്ക് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം. അതിലും പറയുന്നത് പോലെ തന്നെ മുത്തശ്ശൻ മുത്തശ്ശിമാര്, അച്ഛനമ്മമാര്, അതുപോലെ തന്നെ ദമ്പതിമാരായിട്ടുള്ളവര് ധാരാളം വസ്തുക്കള് ഉണ്ടായിട്ട് അതെല്ലാം വേണ്ട പോലെ നമുക്കത് കൊണ്ടു നടക്കാൻ സാധിക്കാതെ വരിക. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം അല്ലെ, ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബുദ്ധിമുട്ടുകള്, അച്ഛനമ്മമാര് തമ്മിലുള്ള ബുദ്ധിമുട്ടുകള്, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബുദ്ധിമുട്ടുകള്, അതുപോലെ തന്നെ അധ്യാപകന്മാര്, അതുപോലെ അധ്യാപകന്മാരും തൻ്റെ ശിഷ്യ സമ്പത്തുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ ലോകത്തില് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഗുരുവായൂരപ്പ എല്ലാവരും സന്തോഷിച്ച് സുഖമായിട്ട് ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിക്കൊണ്ട് ആവണം ഈ ഒരു പ്രാർത്ഥന. ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. നമുക്ക് ചിരിക്കാൻ സാധിക്കണം. എല്ലാവർക്കും ലോകം മുഴുവൻ ഇന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പാന്ന് ഉള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ഭാവം, ആ ഒരു ആർദ്രഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരേ സ്വരത്തില് ഒരേ ഭാവത്തില് ആ ജ്വരസ്തുതി ചൊല്ലി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷ സന്നിഷേധം പ്രപദ്യേ നാനാഭാവേ ലീലയൈവോപപന്നേർദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷി ഹംസ്യൂന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈ തത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോസേവേരൻ യാവദാശാനുബദ്ധാഃ നോസേവേരൻ യാവദാശാനുബദ്ധാഃ നോസേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.